മായ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് വേറിട്ട ചിന്താഗതിയിലൂടെ പ്രശസ്തനായ ശ്രീ മൈത്രേയനാണ്. സർ, BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ BJPക്കായിട്ട് തന്നെ സ്വന്തമായിട്ട് ഒരു മുഖ്യമന്ത്രി ഓഫീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ദൂരം സഞ്ചരിക്കണമായിരിക്കും സാർ അങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ? BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അവർക്ക് BJPക്ക് ഒരു മുഖ്യമന്ത്രി ഓഫീസ് കൂടെ ഉണ്ടെന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കേരളത്തിലൊരു BJP മുഖ്യമന്ത്രി വരാനായി എത്ര ദൂരം സഞ്ചരിക്കണമായിരിക്കും? അതവർക്കൊരു ബാലികേറാം മലയായിരിക്കും. എത്ര നാളായിട്ട് അവർ ഈ നാട്ടിൽ വടക്കേ ഇന്ത്യ മുഴുവൻ നടക്കുന്നവർ അവരിവിടെയും നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ RSS ശാഖയുള്ളത് കേരളത്തിലാണ്. അത് ഇന്ന് തുടങ്ങിയല്ല, 75-ലും 76-ലും ഒക്കെ തന്നെ ഞാനൊക്കെ എണ്ണിയ സമയത്ത് 10,000-ത്തിനടുത്തുണ്ട്. ഇത്രയും നാളും കൂടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമുള്ള ഒരു ബലം മാത്രമാണ് അവർക്കുള്ളത്. സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ അധികാരത്തിൽ പോയാൽ ഉണ്ടല്ലോ പിന്നെ കേരളത്തിൽ ആരും കാണത്തില്ല. അങ്ങനത്തെ ഒരു തലമാണ് ഒരു BJP. അത് പിന്നെ ഉടുപ്പ് തയ്ച്ചിട്ട് ആർക്ക് വേണേലും ഇരിക്കാം. അവരെ അങ്ങനെ കൊതിക്കുന്നതിനകത്തൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പാവം, അത്രേ ഉള്ളൂ. തലിക്കളഞ്ഞു സാർ. പാവങ്ങളാ സഹതാപം. അല്ല, അവരെന്താ പറയാ, അങ്ങനെ എത്രയോ പേര് അങ്ങനെ ഉടുപ്പൊക്കെ തയ്ച്ചിരിക്കുന്നുണ്ടാവും. അതൊന്നും ഞാനിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന വിഷയമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു വിഷയമാണ്. നിങ്ങൾ നേരത്തെ ചോദ്യങ്ങൾ എഴുതി വെച്ചാലുണ്ടാകുന്ന കുഴപ്പമാണ്. അത് ഇടയ്ക്ക് ഒരു പെട്ടെന്ന് ചോദിക്കേണ്ടി വന്നതാണ് സാർ, എന്നാലും ക്ഷമിക്കണം. ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ നേരത്തെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊരു പ്രശ്നം പിടിച്ച ചോദ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാനൊക്കെ ജീവിതത്തിനകത്ത് ലോകത്തിനെ മനസ്സിലാക്കുന്ന രീതിക്കകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയോ BJP ഒന്നും എനിക്കില്ല. മനുഷ്യർ മാത്രമേ ഉള്ളൂ, മണ്ടന്മാരായ മനുഷ്യർ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊന്നും ഒരു കാര്യമില്ല. BJP വന്നാൽ ചാണകം നമുക്ക് കുറച്ചുകൂടെ കഴിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. വേറെ എന്ത് സംഭവിപ്പിക്കാനാണ്? വടക്കേണ്ടിൽ ഇപ്പോൾ അവർ ഭരിച്ചോണ്ടിരിക്കുകയല്ലോ, അവിടെ എന്താ സംഭവിക്കുന്നത് കാര്യം നമുക്കറിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്തുകൊണ്ട് കൊതിയോടെ കാത്തിരിക്കേണ്ടതുണ്ടോ? അപ്പം പശുവിൻ്റെ പാലും കടിച്ച് നടക്കുന്നവന് ആ പശുക്കളെ മുഴുവനും കൂടെ അവിടെ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുകയും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബീഫ് കയറ്റി ഇഴയ്ക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം ഈ നാട്ടുകാർ തിന്നാതെ അത് എക്സ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം കണ്ടുപിടിച്ച പാർട്ടിയല്ലയോ അത്? അതെന്തൊരു പാർട്ടിയാണ്? നാട്ടുകാരുള്ളവരാരും തിന്നരുത്. പക്ഷെ ലോകം മുഴുവനും കൂടെ ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ് ബീഫ് കയറ്റുമതി ചെയ്യുന്നതിന്. അപ്പം ബാക്കിയുള്ളവർ ഇവിടെയുള്ളവർ തിന്നാതെ ഉള്ള അന്യരാജ്യക്കാർക്ക് മുഴുവൻ കൊടുക്കുക എന്ന് പറയുന്നത്, എന്നിട്ട് അതിൻ്റെ കാശ് മേടിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയല്ലേ ഈ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ പറയും ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഞാനാണോ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്? അല്ല, എക്സ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ BJPക്കാരാ. പക്ഷെ അതിൻ്റെയൊക്കെ പേരെന്തുവാന്നറിയോ? അൽ സാജ് എന്നും അൽ കബീർ എന്നൊക്കെയാണ് പേര്. കമ്പനിയുടെ പേര് മുഴുവനും. എന്നിട്ട് കമ്പനിയുടെ മുതലാളിമാരുടെ പേര് നിങ്ങളൊന്ന് നോക്ക്. ഇതെന്തെന്നാണ് പറയുന്നത്? എന്ത് BJP? ചാണകം, അത്രയേ ഉള്ളൂ. സാർ ഇടയ്ക്കൊരു ഓപ്പൺ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖുറാനിൽ കൊള്ളാവുന്ന ഒരു വാക്ക് പോലും ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണെന്നൊരു ഖുറാൻ വാക്യമുണ്ട്, ഖുറാൻ 39:53. ഇതൊരു ആരെങ്കിലും ആവശ്യപ്പെട്ടോ പൊറുക്കാൻ? ചൊവ്വ നേരം ഉണ്ടാക്കണമെങ്കിൽ ചൊവ്വ നേരം ഉണ്ടാക്കണം. അതിന് പകരം ചൊവ്വ നേരം ഉണ്ടാക്കാതെ പിന്നെ പൊറുക്കാൻ നടക്കുന്നതിന് ഇത് ഉണ്ടാക്കിയവനെ പറ്റിയാണല്ലോ പറയുന്നത്. അത്ര ബുദ്ധിയുള്ള ഒരുത്തനല്ല അത്. ആണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. കയ്യബദ്ധം വന്നാൽ അത് പറയണ്ടേ? അല്ലാതെ പിന്നെ എങ്ങനെയായിട്ട് ഉണ്ടാക്കിയ ആളിനെ, ഇത് നമ്മൾ മക്കളെ ഉണ്ടാക്കിയ പോലെ ഒന്നും അല്ലല്ലോ. സർവജ്ഞനാണെന്നാണല്ലോ വെപ്പ്. സർവശക്തനുമാണല്ലോ. സർവജ്ഞൻ, സർവശക്തനും, എല്ലാ കാര്യവും അറിയാം, വരാൻ പോകുന്ന ഭാവി എല്ലാം അറിയാം. അപ്പൊ പിന്നെ ഈ ഉണ്ടാക്കിയതിനകത്ത് എങ്ങനെയാണ് ഇങ്ങനത്തെ കുരുത്തക്കെട്ട സാധനമൊക്കെ ഉണ്ടാകുന്നത്? ചുരുങ്ങി പക്ഷെ എന്നെ ഉണ്ടാക്കുവോ? ആലോചിച്ചോ? വിവരമുള്ള
നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആലോചിക്കുന്നത് വിവരമുള്ള കാരുണ്യവാനായ സർവശക്തനായിരിക്കുന്ന ഒരു ദൈവത്തിനെ പറ്റി അള്ളായെ പറ്റിയൊക്കെ പറഞ്ഞ ഈ അള്ള എന്നെ എങ്ങനെ ഉണ്ടാക്കും? അത്ര വിവരമൊന്നും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വരിയും ഞാൻ എടുക്കത്തില്ല. എല്ലാ സകലതും വെച്ചിട്ട് കമന്ന് വീണ് ആരാധിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമാണ്. അല്ല അതിനകത്തൊന്നും നല്ല വരിയുണ്ടെന്നൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ ഭരണഘടനയിലുള്ള അത്രയും കൊള്ളാവുന്ന ഒരു വരിയും ഈ ഒരു വേദഗ്രന്ഥത്തിൽ, അത് ഖുർആനിൽ മാത്രമൊന്നുമല്ല, മറ്റുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് സൂക്ഷിച്ചു നോക്കിയാൽ ഇത് പ്രശ്നം വരും. ഇപ്പോൾ മനുഷ്യരുടെ മുഴുവൻ മോചനത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിൽ പോയെന്ന് പറയുമല്ലോ ക്രിസ്ത്യാനികൾ പറയത്തില്ലേ. പക്ഷെ പേഗന്മാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് യേശുക്രിസ്തു പറയും. അപ്പൊ ഈ പേഗന്മാരാരാണ്? ഇയാളെ ഡിപ്പാർട്ട്മെന്റിലുള്ളതല്ലേ? നമ്മൾ തന്നെ ആലോചിച്ച ചിരിച്ചു വന്നില്ലേ? പേഗന്മാരെ പോലെ. അത് അവനാരാ? എല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന്റെ മോനുമാണ്, എല്ലാവർക്കും വേണ്ടി ചത്തതാണ്. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള വരികൾ പറയുന്നത്? അപ്പൊ അങ്ങനെ പറഞ്ഞൂടാ. എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മരിച്ചിട്ടില്ലേ? പിന്നെ ഇനി നമുക്ക് വല്ല പേടിയും വേണം? നമ്മുടെ ഭാവമെല്ലാം പോയില്ലേ? ഇനി എന്ത് പേടിക്കാനേ? ഇഷ്ടമുള്ള പോലെ ജീവിക്കരുത്. പിന്നെന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനി ആകേണ്ടതും വിശ്വസിക്കേണ്ടതൊക്കെ ആവശ്യം? എന്താ? നമുക്ക് വേണ്ടി ചത്തു കഴിഞ്ഞ് ഇല്ലേ? അവരുടെ കഥ പറയുന്നത് ശരിയാണെങ്കിൽ അല്ലേ? ആ കഥ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇനി യേശു ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന കുറെ പേരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റുമായിരുന്നോ? യേശു ക്രിസ്തുവിന് മുമ്പ് ഉള്ളവർ ചത്തുപോയില്ലേ? അവരെങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചാലേ മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം എന്തോ ചെയ്യും? അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് വിടുവോ അവരെ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കാര്യം ഞാൻ നോക്കും എന്ന് പറയുന്നെങ്കിൽ പിന്നെ എൻ്റെ കാര്യം കൂടെ അങ്ങനെ നോക്കിയാൽ മതി. പന്തി പക്ഷപാതം പാടില്ല. നമ്മൾ താമസിച്ച് ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത് എന്തിനാ? ഒന്നും വേണ്ട. അച്ഛനും മോനും കൂടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നമ്മളെല്ലാം മോശമായിട്ടൊക്കെ ജനിച്ചതും അതിനെല്ലാം ഉത്തരവാദി ദൈവം തന്നെ പറയണ്ടേ? അതിന് പ്രായച്ചിത്തം ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഇനി എന്താ പ്രശ്നം? ഇതെല്ലാം ഇതുപോലത്തെ അസംബന്ധം കഥകൾ പഠിപ്പിക്കാൻ കൊള്ളാവുന്നതല്ലാതെ ഈ ഒരെണ്ണത്തിനകത്ത് ഭഗവത്ഗീതയൊക്കെ എടുത്താൽ നമുക്ക് അടിച്ചോടിച്ചു. ഭയങ്കര സംഭവമായിട്ടാണല്ലോ ഭഗവത്ഗീതയെ പറ്റി സൈക്കോളജിക്കലായ അനാലിസിസ് ഒക്കെ ചെയ്യാനായിട്ട് ഇവിടുത്തെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ എടുക്കുന്ന സാധനമാണ്. അതിനകത്ത് പക്ഷെ സങ്കരവർഗം എന്ന് പറഞ്ഞ വളരെ പ്രശ്നമുണ്ടെന്ന് പറയും. അതെന്താടാ സങ്കരവർഗമുണ്ട്? മനുഷ്യരല്ലേ ഉള്ളു. അർജുനൻ പറഞ്ഞ് ഭയങ്കര വിഷമിക്കുന്നുണ്ട്. ധർമ്മമൊക്കെ ചൊവ്വേ നേരം എന്നില്ലെങ്കിൽ സങ്കരവർഗം ഉണ്ടാകുന്നു. ഇതാരടാ സങ്കരവർഗം? രണ്ടുപേർ. അപ്പൊ ഈ കാണുന്ന മര്യാദ കെട്ട തരത്തിൽ ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയതിന് ഉത്തരം പറയണ്ടേ? ജാതിക്ക് ന്യായം പറഞ്ഞ ഒരു പുസ്തകമാണ് ഇത് ഭഗവത്ഗീത. അത് സൈക്കോളജിയാണെന്ന് പറഞ്ഞു മരുന്ന് പഠിപ്പിക്കും. നമ്മളെല്ലാം വ്യത്യസ്തമായ ഗുണങ്ങളുള്ളതാണ്, അത് ആണ് പറയുന്നതെന്നൊക്കെ പറയും. അതൊക്കെ ഇങ്ങനെയുള്ള ന്യായമൊക്കെ ഇഷ്ടം പോലെ വ്യാഖ്യാനകർത്താക്കൾ പറയുന്നു എന്നുള്ളതല്ലാതെ കൊള്ളാവുന്ന ഒരു പുസ്തകവും പണ്ട് എഴുതിയിട്ടില്ല. അത്രേ അറിയാം. അത് ഖുർആന്റെ കാര്യത്തിൽ മാത്രമൊന്നും കാശിന് കൊള്ളാത്തതാണ്. ആ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ സമാധാനമായിട്ട് ഇപ്പോഴും ജീവിക്കും. അവരവരുടെ യുക്തിക്ക് വേണ്ടി എഴുതിയതാണ് എന്നാണോ സാർ? പിന്നെ അവിടെ ഓരോ പ്രദേശത്തുള്ള മനുഷ്യന്മാരുടെ യുക്തിക്ക് എഴുതിയതല്ലേ. ഇവിടെ ഈ മേല് കീഴ് ബ്രാഹ്മണരും വായിന്ന് ജനിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറയേണ്ടി വരും. തോളയെന്ന് ജനിച്ചവനും തുടയെന്ന് ജനിച്ചവനും കാലയെന്ന് ജനിച്ചവനും എന്നൊക്കെ പറയുന്നില്ലേ? മര്യാദ കെട്ട ലോകം സൃഷ്ടിച്ച ദൈവം ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വന്ന എന്താണെന്ന് പറയണം. വിവരമുണ്ടല്ലേ? ചൊവ്വനേരെ സൃഷ്ടിക്കാൻ അറിഞ്ഞൂടെ? നമ്മുടെ ഭരണഘടനയോളം കൊള്ളാവുന്ന ഒരു വേദഗ്രന്ഥവും ഇപ്പം ഇല്ല. അല്ലാതെ ഖുർആൻ പ്രശ്നമൊന്നുമല്ല. മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. മറ്റേത് ദൈവത്തിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ടാണ്. മര്യാദ കെട്ട പുസ്തകങ്ങളാണ് ഈ വേദങ്ങളല്ല. അത് ഇവിടുത്തെ വേദമല്ല ഞാനീ പറയുന്നത്. ലോകത്തൊരു വേദമുണ്ടോ? അത് കാശിനുള്ളതാണ്. വീലുണ്ടാക്കിയവന്റെ പേരറിയാവോ? നിനക്കറിയാവോ? ഇല്ല. അതെന്താ അറിയാത്ത? കൊള്ളാവുന്ന ഒരെണ്ണത്തിന്റെയും പേര് നമുക്ക് അറിഞ്ഞുകൂടാ. പിച്ചാത്തി ഉണ്ടാക്കാൻ പേരറിയാവോ? ഇല്ല, അറിയില്ല.
നിങ്ങൾ വെറുതെ നോക്ക്, ഈ തൊട്ടടുത്താണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നവരുടെ പേരൊക്കെ നമുക്കറിയാവുന്നത്. അതെ. സ്വർണം ഉരുക്കി ഇങ്ങനെ ആക്കാം, ഈ ആഭരണങ്ങൾ ഉണ്ടാക്കാം, ഇരുമ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചവരെ പറ്റി ആരുടെയെങ്കിലും പേര് നമുക്കറിയാവോ? കാശിന് കൊള്ളാത്തവന്മാരുടെ പേരേ അറിയാവൂ. അവന്മാരുടെ ഗ്രന്ഥമൊന്നും ഇല്ലെങ്കിലും നമ്മളിവിടെ ജീവിക്കും. ഈ മുറിക്കകത്ത് നിങ്ങളൊന്ന് നോക്ക്, ഇതിനകത്ത് ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ പെടുത്തുന്ന എന്തെങ്കിലും അറിവ് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഉഷ്ണമില്ലാതെ ഈ മുറിയിലിരിക്കുന്നു, അതിനകത്ത് ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഈ ക്യാമറയ്ക്കകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഈ ലൗഡ് സ്പീക്കറിനകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്, നിങ്ങളിരിക്കുന്ന കസേരയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്? ഒന്നിനും കൊള്ളാത്തതാണ് ഈ ഗ്രന്ഥമൊക്കെ. അതുകൊണ്ട് വെറുതെ അതിൻ്റെ അകത്തൊക്കെ എന്നെ കൊണ്ട് ചർച്ച ചെയ്ത് സമയം കളയാം. ബി ജെ പി കേരളം ഭരിക്കുമെന്ന് സാറ് വിചാരിക്കുന്നുണ്ടോ? ഒന്ന് കട്ട് ചെയ്യണേ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോയി. എനിക്ക് അറിഞ്ഞൂടാ, സത്യത്തെ അറിഞ്ഞ ഞാൻ ഈ ജോത്സ്യന് അല്ല, അതുകൊണ്ട് അങ്ങനത്തെ പ്രവചനമൊന്നും എനിക്കില്ല. മണ്ടന്മാര് കേരളത്തിൽ കൂടിയാൽ ചിലപ്പോൾ അവർ ജയിച്ചെന്ന് വരും. ജമാഅത്ത് സംഘടന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന്. അവര് സപ്പോർട്ട് ചെയ്താലും രണ്ടായാലും വിവരം കെട്ട രണ്ടുപേര് തമ്മിൽ കൂട്ടി കെട്ടുന്നതല്ലേ. നമുക്കെന്ത് വ്യത്യാസം? അതെ, അതെ, ജമാഅത്തെ എന്ന് പറയുന്നവനായാലും BJP എന്ന് പറഞ്ഞാലും ഒരുപോലെ വിവരം കെട്ട, അതിലെ ഈ വിവരക്കേടിന് പലതരത്തിൽ ഇരിക്കുന്നാലും എന്താ കാര്യം? അത് നിങ്ങൾ കോഴിക്കാട്ടമാണോ നല്ലത്, ആട്ടുംകാട്ടമാണോ നല്ലതെന്നുള്ള ചോദ്യമാണ്. രണ്ടുമായിട്ട് എങ്ങനെ ചവിട്ടിലിടാൻ കൊള്ളാം, വേറൊന്നിനും കൊള്ളത്തില്ല. പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഇത്രയും. ഒരു കാര്യമില്ലാത്ത ഈ നിങ്ങൾ ഈ പറയുന്ന പൊളിറ്റിക്സ് ഒന്നും അല്ല നമ്മൾ പറയേണ്ടത്. എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് നമ്മൾ രൂപപ്പെടുന്നത്, എങ്ങനെയാണ് അതിനുവേണ്ടി നമ്മുടെ സ്കൂളൊക്കെ മാറ്റേണ്ടത്, അതിനുവേണ്ടി നമ്മുടെ പഞ്ചായത്തൊക്കെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നും, നമ്മൾ ഈ കാണുന്ന നിലവാരത്തിലല്ലാതെ ഭരണമല്ല, ക്രമീകരണങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനറിയാം. അല്ലാതെ ഈ മണ്ടക്കണയപ്പന്മാരുടെ ലോകമൊക്കെ പറ്റി ചോദിച്ചാൽ അവന്മാർ കാണുന്ന സകല കസേരയ്ക്കും വേണ്ടി കടിപിടി കൂടും. അതിനിപ്പോൾ നമ്മൾ എന്ത് പറയാനാണ്? അവരെ പറ്റിയൊക്കെ എന്ത് പറയാനാ? സാർ, ഈ പ്രണയത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ, ഒരു പാർട്ട്ണർഷിപ്പിലായിരിക്കുമ്പോൾ അവിടെ വേറൊരു പ്രണയത്തിനും കൂടെ സ്പേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ ആ ഒരു വേറൊരു പ്രണയത്തിനും കൂടെ സ്പേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിന് മൂല്യം ഇല്ലാണ്ടാവില്ലേ? ആ വൈകാരികം ഇല്ലാതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെങ്ങനെയാ കുട്ടിക്കാലത്ത് നിങ്ങളെ വളർത്തുന്നതനുസരിച്ചിട്ടും കൂടാണ് ഇത് നിൽക്കുന്നത്, അല്ലാതെ അബ്സല്യൂട്ടായിട്ടൊന്നുമല്ല. പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് എത്രയോ ഭാര്യമാരുണ്ടായിരുന്നു, അല്ലാതെ ഒരാൾക്ക് ഒരു ഭാര്യ എന്നുള്ള. ശ്രീരാമന് സീത ഭാര്യയായിട്ടിരുന്നിട്ടും ഒരു ഭാര്യയായിരുന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ല, കാട്ടിക്കൊണ്ടേ കളഞ്ഞ്. എന്നാൽ ശ്രീരാമൻ്റെ അച്ഛനോ 3 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ശരിയായ അച്ഛൻ? ശ്രീരാമനോ ശ്രീരാമൻ്റെ അച്ഛനോ? ഇതൊക്കെ നമ്മൾ ഒരു നാടിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ മെച്യൂരിറ്റി പോലെ ഉണ്ടാക്കുന്ന ചില നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് ഈ പറയുന്നതൊക്കെ ഉള്ളത്. അതേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, 2 പേര് ഇഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരെ സെലക്ട് ചെയ്തതാണ് നമ്മൾ. ഞാൻ സെലക്ട് ചെയ്ത ആൾ എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ അതിനെ തടയാനായിട്ടുണ്ടായ വികാരമാണ് നമ്മൾ അസൂയ എന്ന് നമ്മൾ പറയുന്ന ജലസി എന്ന് പറയുന്ന സാധനം. നമ്മൾ സെലക്ട് ചെയ്തത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. ആ വികാരം ആവശ്യമുള്ളതാണ്. പക്ഷെ അത് അമിതമായ ഇതുപോലെ ഏത് വികാരവും അമിതമാകുമ്പോൾ പ്രശ്നമാകും. ഒരാൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതായി, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറയും, പുറത്തെങ്ങും പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇവർ ഒരു പ്രശ്നമായി മാറും, വേറൊരാളുമായിട്ട് ഇവർ ബന്ധം ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ സ്ത്രീകളെ പിടിച്ച് പരിക്കകത്ത് പൂട്ടിയിടുന്നില്ലേ, വേറൊരാളെ കണ്ടുകൂടാത്ത പർദ്ദയിട്ട ആൾക്കാരെ കൊണ്ട് നടക്കുന്നില്ലേ? വസ്തുക്കളായിപ്പോവും, സ്വയം തീരുമാനിക്കാൻ കഴിവില്ലാത്തവരായിപ്പോവും, അടിച്ചമർത്തും. മറ്റുള്ളവർക്ക് ഇവരുടെ ഉപയോഗിക്കുന്ന വസ്തുവായിട്ട് മാറുമ്പോൾ നമ്മൾ ഈ പറയുന്ന സാധനമില്ല. പക്ഷേ 2 പേര് തമ്മിൽ ഇഷ്ടത്തോടെ ജീവിക്കുമ്പോൾ തന്നെ ആ ഇഷ്ടങ്ങൾ ഒരാൾക്ക് കുറയുകയും വേറൊരാൾക്ക് കുറയാതിരിക്കുകയും ചെയ്യുന്ന തരവും ഉണ്ടാവും. അപ്പോഴൊക്കെ വേദന ഉണ്ടാവും, അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷെ 2 പേരും കൂടെ സംസാരിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാം എന്ന് പറയാവുന്ന പോകാനും. അങ്ങനല്ല, നീ വേറൊരാളുമായിട്ടും കൂടെ ജീവിച്ചോ എന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാകത്തില്ല, അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ലോകവും ലോകത്തുണ്ടായിട്ടുണ്ട്.
ഈ നമ്മളിപ്പോൾ ഗൾഫിലുള്ളവർ 3 വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ കഴിയും? 4 വിവാഹം, 3 അല്ലല്ലോ 4 വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടെ എങ്ങനെ ജീവിക്കും? അവിടെ ഈ പറയുന്ന വികാരങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. അതൊരു ഗോത്ര സ്വഭാവത്തിലുള്ള അവിടെ ആണുങ്ങളെല്ലാം വെട്ടിക്കൊന്ന് ചത്തുപോകും. അപ്പോൾ 1, 2, 3, 4 കാണത്തുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്ക് കുട്ടി ഉണ്ടാക്കാൻ ആരെങ്കിലും വേണം. അതുകൊണ്ടാണ് ഒരാൾ 4 വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. അല്ല കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളങ്ങനെയല്ല. ഇഷ്ടംപോലെ ആണും പെണ്ണും ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ വേണ്ട, ഒരാൾക്ക് ഒരാൾ മതി. പക്ഷെ ഒരാൾക്ക് ഒരാൾ മതിയെന്ന് അവർ തീരുമാനിക്കാതെ വേറെ ആളുകൾ തീരുമാനിക്കുമ്പം ശ്വാസം മുട്ടലായിട്ട് മാറും. അപ്പോൾ തലയിൽ മുണ്ട് വിട്ടിട്ട് വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് മാറും. അപ്പോൾ അവിടെയാണ് പരസ്പരം സമ്മതത്തോടെ ജീവിക്കേണ്ട ആവശ്യം വരുന്നതെന്നും തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഇണചേരേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ പിരിയേണ്ടതുണ്ട്. അല്ല ജീവിതകാലം മുഴുവനും മരിക്കുന്നത് വരെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുമെന്ന് പറയുന്ന പണിയൊക്കെ എടുക്കുന്ന കൊച്ചുങ്ങളെ ഉണ്ടാക്കാനുള്ള മെഷീനായിട്ട് നമ്മളെ കാണുമ്പോഴേ പറ്റും. പണ്ട് അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവം ചേർത്തതാണ് നിങ്ങളെ, നിങ്ങൾക്ക് പിരിയാൻ അവകാശമില്ലെന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതേ ദൈവത്തിൻ്റെ അനിയന്മാർക്ക് 4 വിവാഹം കഴിക്കുക. ഇസ്മയിൽ അവിടെ നിന്ന് വന്നതല്ലേ. അപ്പം നമ്മളിതൊക്കെ കാണുമ്പോൾ ചിരിക്കണ്ടേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു പ്രദേശത്തിനനുസൃതമായി നമ്മളുണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള നിയമങ്ങൾ മാത്രമേ അർത്ഥമുള്ളൂ. അതൊരു ആ ഗോത്രത്തിനോട് പോലും ബന്ധപ്പെട്ടുണ്ടായതായി. അത് ലോകവ്യാപകമായി എല്ലാവർക്കും കൂടെ കൊള്ളാവുന്നതാണെന്ന് ധരിച്ചിരിക്കുന്നുണ്ട്. ഒരു നിയമവും അങ്ങനെയല്ല. പലർക്കും നമുക്കിപ്പോൾ ഞാൻ ഒരാളുകളെ കൊല്ലാതിരിക്കുന്നു എന്ന് പറയുന്നത് പോലീസിനെ പേടിച്ചിട്ടല്ല. ഇന്ത്യയിൽ നീ കൊല്ലുന്നത് തെറ്റാണെന്ന് പറഞ്ഞ നിയമമുള്ളതുകൊണ്ടല്ല, എനിക്കത് ചെയ്യരുതെന്നുള്ള അറിവുള്ളതുകൊണ്ട്. അതിനെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം മെച്യൂറായ ആൾക്കാരിലെ 80% ആൾക്കാരും ഒരു നിയമവും ഇല്ലെങ്കിലും മര്യാദയ്ക്ക് പെരുമാറും. ഒരു 20% ഒരിക്കലും മര്യാദയ്ക്ക് പെരുമാറാത്തവരാണ്. അവർക്ക് വേണ്ടിയാണ് സത്യതീ നിയമങ്ങളെല്ലാം. ശിക്ഷകളെല്ലാം അങ്ങനെയാണ്. അല്ലാതെ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ പെരുമാറത്തില്ല. കാരണം നമ്മളൊരു സംഘജീവിയാണ് ആയതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കൂടെ പരിഗണിച്ചിട്ടേ നമ്മൾ ജീവിക്കത്തുള്ളൂ. നമ്മൾ കുഞ്ഞായിട്ട് ജനിക്കുന്ന കാരണം കൊണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കുട്ടികളെല്ലാം വളരുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ലെന്ന് പറയുന്ന മൂല്യങ്ങളൊക്കെ നമ്മളിലുണ്ട്, ജീവി എന്നുള്ള നിലവാരത്തിൽ തന്നെ. അത് ഈ നാട്ടുകാർ മുഴുവൻ കൂടെ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. നാട്ടുകാരെല്ലാവരും അന്യരെ വെറുക്കാനാണ് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ട്നേഴ്സ് തമ്മിൽ വൈകാരികവും മാനസികവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല, ഒരു അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. എപ്പോഴും അങ്ങനെ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, വൈകാരികമായ വ്യത്യാസങ്ങൾ. 2 പേരില്ലേ. പണ്ടങ്ങനെയായിരുന്നു, ഒരാളുടെ ഭാര്യയായിട്ട് മാത്രം മാറേണ്ടി വരും. അപ്പോൾ ഒരാളെ ഉള്ളു അവിടെ, ഗൃഹനായകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗൃഹനായികയില്ല. ഇപ്പം നമ്മൾ 2 പേരുണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഉള്ളത്. പക്ഷെ അത് 2 പേര് തമ്മിൽ എങ്ങനെ ജീവിക്കണമെന്ന് പുതിയതായി പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല നമ്മുടെ സ്കൂളുകളിലും. ഇതുകൊണ്ടാണ് 2 പേര് ചേരുന്ന കുടുംബം എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അവിടെ നമുക്ക് പോലീസും പട്ടാളവും കോടതിയും സകലതും വേണം 2 പേരെ ചേർത്തുകൊണ്ട് പോകാൻ. കൗൺസിലർമാരും ഒക്കെ വേണ്ടേ. പണ്ടിതൊന്നും ഇല്ലായിരുന്നല്ലോ. കാരണം അവിടെ ഒരാളേ ഉള്ളു, മറ്റേ ആൾ പിന്നെ അയാൾ ഒളിക്കുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ നടന്നത്. അത് മെച്ചമാണെന്നുള്ള മനസ്സിലാക്കരുത്. പക്ഷേ 2 പേരുള്ളിടത്ത് നെഗോഷിയേഷൻ ആവശ്യമാണ്. അതിന് പഠിക്കേണ്ടതുണ്ട്. പരസ്പര ബഹുമാനമുള്ള ഇണകളെ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്കത് അറിഞ്ഞുകൂടാ. വീടുകളിൽ മുഴുവൻ ഉണ്ടാക്കുന്നത് മേലുകീഴുള്ള പുരുഷന്മാരെയാണ്. താഴെ സ്ത്രീകളെല്ലാം 2ാം തരമാണെന്ന് വിചാരിക്കുന്ന പുരുഷന്മാരെ വീടുകളിൽ ഉണ്ടാക്കിയതിന് ശേഷം 2 പേരെയും കൂടെ വിവാഹം കഴിപ്പിച്ചാൽ തമ്മിലടി. അതുകൊണ്ടാണ് വിവാഹമോചനം ഇത്ര കൂടുന്നത്. അത്തരം പുരുഷന്മാരുണ്ടാക്കുന്നതിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നെല്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളില്ലാതാന്ന്. പുരുഷ പ്രധാനമായ സമൂഹം രൂപപ്പെട്ടത് അത് വലിയ കഥയാണ്. അതിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഞാനിപ്പോൾ ഇരുന്നത് അത് പറയാൻ തുടങ്ങി. എങ്ങനെ ഇങ്ങനത്തെ പുരുഷന്മാരുണ്ടായി, എങ്ങനെ ഇങ്ങനത്തെ സ്ത്രീകളുണ്ടായി എന്ന് പറയുന്നത് ഒരു നീണ്ട കഥയാണ്. അത് ഞാൻ വളരെ വിശാലമായിട്ട് ഞാൻ അടുത്ത മാസം റിലീസ് ചെയ്യുന്ന ഒരു പുസ്തകത്തിന് ഇപ്പം നമ്മളിരുന്ന് പറയുന്ന പോലെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതൊക്കെ ആൾക്കാർ വായിക്കും. എങ്ങനെയാണ് നമ്മളിങ്ങനെ ആയി, അതിനകത്തുനിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ അത്ര എളുപ്പമല്ല. നമുക്കിത് ആദ്യം അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാകത്തില്ല, ഇത് എന്താ ഇങ്ങനെ വരുന്നത്. നമ്മളൊരു ദിവസം ഭരണഘടനയ്ക്കകത്ത് 1950 ജനുവരി 26 അങ്ങ് പ്രഖ്യാപിക്കുക, എല്ലാവരും തുല്യരാണ്. ഒറ്റ വീട്ടിലാരും തുല്യരല്ല, തുല്യരായിട്ട് വളർത്തിയിട്ടില്ല, തുല്യരായ ബോധവും ആർക്കുമില്ല. പക്ഷെ ഭരണഘടനയിലും തുല്യ, നിയമത്തിന് മുമ്പിൽ നമ്മൾ തുല്യരാണ്. എല്ലാവർക്കും ഒരു വോട്ടേ ഉള്ളൂ. പ്രായ വ്യത്യാസവും അറിവ് വ്യത്യാസവും ധനവ്യത്യാസവും ഒന്നും രക്ഷയില്ല. 1950 ജനുവരി 26 ഇതങ്ങ് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്ത്. നമ്മളാരും ഒരുങ്ങിയിട്ടില്ല, ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ഇപ്പോഴും വീട്ടിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് എന്താണ്? ഇതാണ് പ്രശ്നം. അപ്പം ഇങ്ങനെ രണ്ട് സിസ്റ്റത്തിനകത്തുള്ള മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുകയും വീടുകളിനകത്ത് അവിടെ പ്രാർത്ഥിച്ച് ശരിയാക്കാൻ നടക്കുന്നതിന് പകരം ഭരണഘടന വായിച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ബൈബിളും ഖുറാനും നോക്കിയിട്ടല്ല ജീവിക്കേണ്ടത്, ഭരണഘടന നോക്കിയിട്ടാണ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിക്കേണ്ടത്. ഇത് നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈ ചോദിക്കുന്നത്, ഈ വികാരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഈ പണ്ട് കാലത്ത് പഠിപ്പിക്കുന്ന ഒന്നുമല്ല പഠിപ്പിക്കേണ്ടത്. തിരഞ്ഞെടുത്ത ആൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്നൊരു വികാരം അയാളുടെ അനുവാദത്തോടെ ആ വികാരം നിയന്ത്രിക്കുകയും ചെയ്യാം, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് ഡിമാൻഡ്, നമ്മൾ രണ്ടുപേരും തമ്മിലൊരു കരാറുണ്ടാക്കി. ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാൻ പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുകയാണ്, ഞാൻ വന്നില്ല, തെറ്റി. കാരണം എന്താ, കരാറുണ്ട്. 5 മണിക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കാം എന്നുള്ള കരാറ് പ്രകാരം ഞാൻ വന്നില്ലെങ്കിൽ തെറ്റാണ്. കരാറാണ് തെറ്റും ശരി ഉണ്ടാക്കുന്നത്. അല്ലാതെ നിങ്ങൾ എന്നെ കാത്തിരുന്ന് ഞാൻ വന്നില്ല, അപ്പോൾ ഞാൻ പറയണേ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇല്ല, പിന്നെ കാത്തിരുന്നത് അതെനിക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം കരാറ് പ്രകാരമാണ് ശരി തെറ്റുണ്ടാകുന്നത്. നിയമം ഉണ്ടാകുന്ന ദിവസം തൊട്ടാണ്, നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സംഘം ജനങ്ങൾ ചേർന്നിരുന്നുണ്ടാക്കുന്ന കരാറിനെയാണ് നിയമം എന്ന് പറയുന്നത്. നിയമം ഉണ്ടാകുന്ന ദിവസമാണ് തെറ്റും ശരി ഉണ്ടാകുന്നത്. അതുവരെ ഇല്ല. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാതെ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം അങ്ങ് അറിയാം എന്ന് തോന്നിയിട്ട് നമ്മളെല്ലാവരും കൂടെ സംസാരിക്കുമ്പോഴാണ് എങ്ങും എത്തത്തില്ല. കാരണം രണ്ടുപേരും രണ്ട് തരത്തിലെ അളവ് പോലും വെച്ചിട്ടാണ് ഈ ജീവിതത്തിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കിലോമീറ്റർ വെച്ച് അളക്കുന്നു, ഞാൻ മൈൽ വെച്ച് അളക്കുന്നു, പറഞ്ഞ് തീർക്കുമോ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപോലെ ഒരേ ഭാഷ സംസാരിക്കുന്നത് പോലെ തന്നെ ആവശ്യമാണ് ജീവിതത്തിനകത്ത് ഏത് തരത്തിലുള്ള അളവുകോലുകളാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഞാൻ ഇതുപോലൊരു അളവുകോലാണ്. അപ്പോൾ അതിനുള്ള അളവുകോലെന്ന് പറയുന്ന സാധനത്തിൻ്റെ പൊതുമാനദണ്ഡമാണ് ഭരണഘടന. ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് പകരം ദൈവം എങ്ങനെ പറഞ്ഞു, അവിടുത്തെ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ ദൈവം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കുഴഞ്ഞു പോകും. പല ദൈവങ്ങളും പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാർക്ക് മുഴുവൻ ദൈവങ്ങളുണ്ട്. ഒറ്റ ദൈവമേ ഉള്ളെന്നൊക്കെ പറയും. എന്നിട്ട് ഞങ്ങളുടെ ഒറ്റ ദൈവമാണോ നിങ്ങളുടെ ഒറ്റ ദൈവമാണോ പറഞ്ഞാൽ അതിൻ്റെ പേര് വഴക്കും. എല്ലാവരും ഒറ്റ ദൈവക്കാരാണ്. ഇപ്പം പണ്ടങ്ങനല്ല. പണ്ടെല്ലാം എല്ലാ വീട്ടിൽ നിന്ന് അവരവരുടെ സ്വന്തം ദൈവം ഉണ്ടായിരുന്നു. അതിനാണ് കുലദൈവം എന്ന് പറഞ്ഞത്, കുടുംബ ദൈവം, ഇതൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. കുടുംബക്ഷേത്രം എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇതെല്ലാം പോയിട്ടാണ് ഇപ്പോൾ ഏകദൈവ വിശ്വാസമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് വരുമ്പോൾ തന്നെ 2 ഏകദൈവ വിശ്വാസം എങ്ങനെ വരും? ഇതൊക്കെ ഇങ്ങനെ ലോകത്ത് അവരുടെ നാട് മാത്രമാണ് ലോകം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഇതൊക്കെ പറയുന്നത്. അറേബ്യയിലിരുന്നവന് അവൻ്റെ കാഴ്ചയിൽ അവൻ്റെ അനുഭവത്തിൽ ഇരിക്കുന്നതാണ് ലോകം. അതുകൊണ്ട് നമ്മുടെ ദൈവം എല്ലാ ദൈവമാണെന്ന്, എല്ലാവരുടെയും ദൈവമാണ് തെറ്റിദ്ധരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ജെറുസലേമിലിരുന്നവനും ഇതുപോലെ തന്നെ ആലോചിച്ചു, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പുള്ളിയുടെ അറിവിനകത്തുള്ള ലോകം. അപ്പോൾ സൗത്ത് അമേരിക്ക ഉണ്ടായിരുന്നു, ആഫ്രിക്ക ഉണ്ട്, അവരാരും അറിഞ്ഞിട്ടേ ഇല്ല ഇവർ രണ്ടുപേരും ഉണ്ടെന്ന്. ഇതുപോലെ അത് മനസ്സിലാക്കിയാൽ മതി. ഓരോ പ്രദേശത്തുള്ള ദൈവങ്ങളേ ഉള്ളൂ, അവിടുത്തെ നിയമങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ദൈവങ്ങളെല്ലാം കൂടെ ചേർത്ത് മാറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോമണായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരുന്ന ഈ പ്രദേശം മുഴുവനുള്ള മനുഷ്യർക്കും കൂടെയാണ് ഭരണഘടന ഉണ്ടായത്. ഇതുപോലൊരു ഭരണഘടന ഭൂമിക്ക് വേണം. ജീവജാലങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഈ യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ പറ്റുള്ളൂ. എങ്ങനെയാണോ ഈ പ്രദേശത്തുള്ള യുദ്ധങ്ങളെല്ലാം നമ്മുടെ ഭരണഘടന കൊണ്ട് ഒഴിവാക്കിയതുപോലെ ലോകത്തിനൊരു ഭരണഘടന ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ യുദ്ധം ചെയ്യാതെ ഒഴിവാക്കും. അത്ര ലളിതമാണ്.